ഗൈസ് അപ്പൊ നമ്മളിന്ന് ഗോവക്ക് പോവാണ്. നമ്മളുടെ ചെക്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. മറിയൊക്കെ ചിരി വരുന്നു. ഫസ്റ്റ് ടൈം ആണോ മറിയ വ്ളോഗിൽ വരുന്നത്? അല്ല, ഞാനും ഫസ്റ്റ് ടൈം ആണ് വ്ളോഗിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അപ്പൊ നമ്മളുടെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഗോവയിലേക്ക് റോഡ് ട്രിപ്പ് അല്ലേ? റോഡ് ട്രിപ്പ് ടു ഗോവ. ആർ യു റെഡി? പിന്നീട് ആരുമില്ല ഗൈസ്, കണ്ട ഞങ്ങളുടെ ലഗേജും ഞങ്ങൾ മാത്രമുള്ളൂ. യെസ്, മലപ്പുറത്ത് അർജുനും വിഷ്ണു നിൽക്കുന്നുണ്ട്, അവരെ പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാളോ ഇങ്ങോട്ട് വരും ഡയറക്റ്റ് ഫ്ലൈറ്റിലാണ്. അവൾക്ക് ലക്ഷറി ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് പോകും. തിരിച്ചു വരുമ്പോൾ വയ്യാത്ത കുട്ടി, അതോടെ ലക്ഷറി ട്രീറ്റ്മെന്റ്. അപ്പൊ നമുക്ക് ചലിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ സമയം 11 മണി. 11 മണിക്ക് നമ്മൾ തൃശ്ശൂർ സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ്. എനിക്ക് 2 ടീഷർട്ട് വാങ്ങാൻ. കാരണം നിങ്ങൾ കേൾക്കണം, ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ ഒരു തുണിയില്ല, ഷൂന് ലേസ് ഇല്ല, ചെരുപ്പില്ലാണ്ട് വന്നേക്കാം. ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരെ എവിടെ കാണാൻ പറ്റും? നമ്മള് ഓൺ ദ മൂവ് പ്ലാൻ ചെയ്യണം എല്ലാതും, മനസ്സിലായ? അതൊരു എന്താ പറയാ, ഫ്ലെക്സിബിലിറ്റി. വായിലിനാക്കില്ലെങ്കിൽ കുറുക്കം പിടിച്ചോണ്ട് പോയാലെന്ന് പറയില്ല, അതാണ് ഇത്. ഹേ ഗൈസ്, അപ്പൊ നമ്മൾ ഏകദേശം മലപ്പുറം എത്തി. നമ്മൾ അർജുനെ വിഷ്ണുവിനെയും പിക്ക് ചെയ്യാൻ പോവാണ്. എവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ ഏതാണ്ട് സിൽക്സിന്റെ മുമ്പിലാണ്, ഒരു തുണിക്കടയുടെ ഫ്രണ്ടില് നമ്മളെ ടീം നിൽക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മളുടെ ടീംസ് നടന്നു വരികയാണ്. ഗൈസ് നമ്മളെ ടീംസ് നടന്നു വരികയാണ്. അർജുൻ, വിഷ്ണു, ഒന്നുമില്ല. Are you ready for Goa trip? Yeah! Fuck off, dude. You don't give a fuck about your fucking Goa, idiot. Take your fucking money. അർജുൻ റെഡിയാണോ? അർജുൻ ഇങ്ങോട്ട് നോക്കൂ, റെഡിയാണോ? വിഷ്ണു, how are you? Excited മറിയ? വിഷ്ണു എക്സൈറ്റഡ് ആണോ? പോസ്റ്റ് കിട്ടിയതിന്റെ ദേഷ്യമാണ് ഗൈസ്. ഗോവയ്ക്കട് അർജുൻ ലൊക്കേഷൻ ഗോവ 14 മണിക്കൂർ. जो दिल ना लगे उसे कह दो बाय 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 बाय. आने दो दिल में आ जाने दो, कह दो मुस्कुराहट को हाय 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 हाय. जाने दो दिल से चले जाने दो, कह दो घबराहट को बाय 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 बाय. Love you, zindagi. അപ്പൊ ഗൈസ് നമ്മൾ കണ്ണൂര് തിരികെയാണ്. ഏതാ റെസ്റ്റോറന്റ് അർജുന? പെപ്പർ പോട്ട് എന്നൊരു റെസ്റ്റോറന്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ വന്ന വഴി കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ആ കാണുന്നത് കണ്ട, ആ ഓഫ് റോഡ് വഴിയിലാണ് നമ്മൾ ഇന്നോവ എടുത്ത് വന്നത്. മറിയുടെ അച്ഛൻ്റെ വണ്ടി ഫുള്ള് നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി നോക്കാം. ഈ എഫേർട്ട് ബോത്താണോ നോക്കാം. തലശ്ശേരി ദം ബിരിയാണി കഴിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്, മറിയുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം. ഗൈസ് മറിയുടെ ആഗ്രഹം പോലെ നമ്മൾക്ക് തലശ്ശേരി ദം ബിരിയാണി കിട്ടിയില്ല. അതുകൊണ്ട് കിട്ടിയ സാധനം കഴിച്ച് തല്ലിതേ തുപ്പിടുന്നു അർജുൻ. നീ ഫ്രെയിമെന്ന് അറിഞ്ഞിരിക്കണ്ടാവും. ഇങ്ങോട്ട് പോ, നിങ്ങൾ കാണ് ഈ തല കാണ്. ദൈവമേ, കൊണ്ടിട്ടോ ചെയ്തോട്ടെ. कभी हाथ पकड़ के तू मेरा चल दे, कभी हाथ छुड़ा के मैं तेरा चल दूं. मैं थोड़ी सी मुड़ी हूँ, तू
थोड़ी सी टेढ़ी है क्या खूब ये जोड़ी है ഗൈസ് നമ്മൾ അർജുന്റെ വീട്ടിലെത്തിരിക്കുകയാണ് കുണ്ടപ്പുര കുറച്ച് നിമിഷം കൊണ്ട് ഞങ്ങൾ മീറ്റ് ചെയ്യും. കുണ്ടപ്പുരയിലാണ് ഗൈസ് എത്തിയിരിക്കുന്നത്. അർജുൻ എങ്ങനെയാണ് ഈ വീടിന്റെ പേര്? എന്താണ് അർജുൻ ഈ ഫീലിംഗ്? 1 മന്തിനുള്ളിൽ എത്ര കളക്ഷൻ കിട്ടി ഞങ്ങൾ പറയും. സ്വപ്ന കളക്ഷൻ കഴിയുന്നത് അതുമായിട്ടാണ് ഞങ്ങൾ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നത്. നമ്മള് കുണ്ടപ്പുരയിലൂടെ ഗോവയിലേക്ക് പോവുകയാണ്. എന്തോ പടക്കം പൊട്ടിന്നൊക്കെ ഉണ്ടല്ലോ കുണ്ടപ്പുര. ഹായ് ഗൈസ്, നമ്മളിപ്പോ ഒരു പമ്പിലാണ്. മാങ്കി ഇവിടെ. അർജുൻ എന്താ സ്പെഷ്യല്? സ്പെഷ്യൽ എന്താ? ചിക്കൻ കറി. ചിക്കൻ കറി മെയ്ഡ് ബൈ പത്തിരി. മെയ്ഡ് ബൈ ആരാ? അമ്മ. അമ്മയുടെ ചിക്കൻ കറിയോ? ഇതെന്താ? പത്തിരി. മറിയക്ക് ചപ്പാത്തി. നമ്മളെ ഡിന്നർ കഴിക്കുകയാണ്. ഡിന്നർ കഴിച്ചിട്ട് നമ്മുടെ ജേണി വീണ്ടും കണ്ടിന്യൂ ചെയ്യും. സമയം ഇപ്പൊ 12 മണി. 12 മണി. അതെ, അത് പെട്രോൾ അടിച്ചിട്ട് നമ്മൾ ഗോവയിലേക്ക് പോവുകയാണ്. നമ്മള് ഗോവയിലെത്തി. ഇപ്പോൾ അഗോഡ ഫോർട്ടിൻ്റെ അവിടെയാണ് ഉള്ളത്. ഇപ്പോൾ സമയം രാവിലെ 6:30 ആവാൻ പോകുന്നു. സൺറൈസ് കണ്ടിട്ട് നമുക്ക് ഗോവയിലത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗൈസ്, നമ്മളുടെ ഗോവയിലത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ അഗോഡ ഫോർട്ടിൽ സൺറൈസ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ അതിഥി മറിയ ഈസ് ഹിയർ. സേ ഹായ്. അർജുൻ ഈസ് ഓൾറെഡി വിത്ത് മീ ആൻഡ് ദ നെക്സ്റ്റ് അതിഥി വിഷ്ണു. ആർ യു റെഡി ഫോർ ദ സൺറൈസ്? കണ്ടായ പവർ റേസ്. Good morning guys. മറിയ കേറ്. വൈ? I'm scared. Tell your audience I'm scared. കേറ് മറിയ, ഇവിടെ ഒന്നുമില്ല. Heights, guys. And there's a beach underneath. I'm scared. I'm scared of water. I'm scared of heights. പോയിട്ടില്ല, ഒരു ഐഡിയ ഇല്ല എങ്ങിട്ടാ പ്ലാനിങ് പറഞ്ഞ സാധനം നമ്മള് ഗോവയിൽ വന്നിട്ട് ഗൈസ് ഈ പന്നി ഈ കാണും, എന്റെ മുഖം കാണും, എവിടെ ഒരു ഐഡിയ ഇല്ല, ഒരു ഇതും ഇല്ലാണ്ട് ഇങ്ങനെ പോവാ വണ്ടി ഓടിച്ചിട്ട്. എക്സ്പ്ലോറിംഗ് ഗോവ എന്നുള്ള പേരിൽ അല്ലേ മറിയേ? എന്തൊക്കെയോ എക്സ്പ്ലോറിംഗ് ആൻഡീസ് ആൻഡ് ചിക്സ്, എക്സ്പ്ലോറിംഗ് ഗോവ എന്നുള്ള പേരിൽ ഗൈസ്. അർജുൻ ഒരു അരമണിക്കൂറായി വണ്ടി പാർക്ക് കാണുക. എടാ പോസ്റ്റ് കല്ലൊക്കെ ഉണ്ടോ അവിടെ? One eternity later. അങ്ങനെ നീണ്ട പരിശീലനത്തിന് ശേഷം ഇത് അർജുൻ വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇപ്പൊ എന്തായാലും അടിപൊളിയായി പാർക്കിങ്ങിന് ശേഷം. മറിയ, എന്താണ് അർജുന്റെ പാർക്കിംഗ് സ്കിൽസിനെ പറ്റി താങ്കൾക്ക് പറയാനുള്ളത്? I feel so proud of myself.
ഗൈസ് നമ്മളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇന്നത്തേക്കുള്ളത്. നമ്മളൊരു ഇതേതാ സ്മിർനോഫും പിന്നെ ഒരു ബക്കാടി ജിഞ്ചറും പിന്നെ കുറച്ച് ബീറും ബ്രീസേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് സെറ്റാണ്. പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ്റെ പ്ലാൻ പ്രകാരം നമ്മൾ ഇന്ന് 11 മണിക്ക് അവിടെ നമ്മൾ റൂമിൽ കയറുന്നതായിരിക്കും, ചെക്ക് ഇൻ ചെയ്യുന്നതായിരിക്കും. ഒരൊറ്റ പൊളിയാൻ തരും പോസ്റ്റാക്കാൻ വേണ്ടി വരുന്ന അർജുൻ. ഇപ്പൊ എന്ത് ചെയ്യും? സമയം ഇപ്പൊ ഗൈസ് സമയം 10 മണി. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബീർ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ അർജുന്റെ വീട്ടുകാർ കണ്ടല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ നമ്മള് നല്ല പോസ്റ്റ് കിട്ടിയോണ്ട് അർജുന്റെ പ്ലാനിങ് പ്രകാരം നല്ല പോസ്റ്റ് കിട്ടിയോണ്ട് നമ്മളിപ്പോ വന്നിരിക്കുന്നത് അഗോഡ ഫോർട്ട് ജയിൽ മ്യൂസിയത്തിലേക്കാണ്. അല്ല, ഫോർട്ട് അഗോഡ ജയിൽ മ്യൂസിയം. സെറ്റപ്പാണ്. വ്യൂ ഒക്കെ വേറെ മൂഡ് വ്യൂ ആണ്. നോക്കിയേ, ഇതാണ് എൻട്രൻസ്. ഇതിൽ കൂടെ നമുക്ക് വരാം. വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ എൻട്രൻസ്. വേറെ നിങ്ങൾ ഇതേമാതിരി പോസ്റ്റ് ആയി വരികയാണെങ്കിൽ ഇവിടെ ഒന്ന് വന്നോളൂ കേട്ടോ. വേറെ ലെവല് വ്യൂ. ഞങ്ങളൊന്ന് വെറുതെ വന്നതാ ഈ വഴി. എന്താ ചെയ്യാന്നറിയാണ്ട് ജസ്റ്റ് നോക്കിയപ്പോൾ അടുത്ത് കണ്ടതാ ഈ സ്ഥലം. അങ്ങനെ വന്നതാ. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് കയറാൻ എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട്. അതിവിടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് കയറാൻ താല്പര്യമില്ലെങ്കിലും ജസ്റ്റ് ഇവിടെ വന്നാണ്ടല്ലോ ഈ വ്യൂ കണ്ടിരിക്കാൻ തന്നെ വേറെ മൂഡ്. ഈ വ്യൂ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നോക്കൂ, സെറ്റാ. ഹായ് ഗായ്സ്, നമ്മളിതാ റൂമിലെത്തിയിരിക്കുകയാണ്. നമ്മളിന്ന് ഒരു ഉച്ചക്കായപ്പോ റൂമിലെത്തിയില്ലേ? 11 മണി വരെ നമ്മൾ പോസ്റ്റ് അടിച്ച് നിന്നു. അതിനുശേഷം ഇവര് വന്നിട്ട് ചെക്ക് ഇൻ ചെയ്തു. എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർത്തിട്ട് ഞങ്ങളും അതെ അതൊക്കെ അർജുനും അപ്പൊ അതോടുകൂടി ഞങ്ങളത് റൂമിലേക്ക് എൻ്റർ ചെയ്ത് ഞങ്ങളൊരു കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ ചെയ്ത് ഇപ്പൊ ഞങ്ങള് എവിടൊക്കെ പോണേ? പൂളിലേക്ക് പോവാണ് ഗൈസ്. ഇതാണ് നമ്മുടെ പൂള് ഗൈസ്. അർജുന ഇറങ്ങ്. തണുപ്പുണ്ടോ? നല്ല തണുപ്പുണ്ടോ? വിഷ്ണു തണുപ്പുണ്ടോ? നോർമൽ ഗ്രാജുവൽ. മറിയേ തണുപ്പ് ഉണ്ടോ ഇല്ല? കാല് വെച്ചിട്ട് തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഗ്രാജുവലി ഓരോ ഏരിയ ആയിട്ട് കവർ ചെയ്ത് വരാൻ പോകണം. ജംപ് 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 കം ഓൺ മറിയ. ജംപ്. വേണ്ട. തവള. Guys, how is the pool life going? അയ്യോ അത് പോയി തോന്നുന്നുണ്ട് ഗൈസ്. വിഷ്ണുവിന്റെ അഭിപ്രായം എന്താണ് പൂളിനെ പറ്റി? നല്ല പൂളാണ്. നല്ല നീല കളറുള്ള വെള്ളമാണ്. പക്ഷെ തോന്നലാണ് വെള്ള കളറാണ്. ഇതൊക്കെ എല്ലാരും അർജുന്റെ ബ്രസ്റ്റ് സ്ട്രോക്സ് അതാണ് നമ്മൾക്ക് ഏറ്റവും ഫേവറേറ്റ് ഗൈസ്. വിഷ്ണുവിന്റെ അഭിപ്രായം എന്താണ് അർജുന്റെ ബ്രസ്റ്റ് സ്ട്രോക്സിനെ പറ്റി? കുർജുൻ ഗൈസ്, നമ്മളിതാ പാക ബീച്ചിൽ. അർജുൻ തിളങ്ങുന്ന കണ്ണാടി. മറിയുടെ തിളങ്ങുന്ന കണ്ണാടി. വിഷ്ണുവിന്റെ തിളങ്ങാത്ത കണ്ണാടി. അർജുൻ തിളങ്ങുന്ന കണ്ണാടി വെക്കൂ. അർജുൻ തിളങ്ങുന്ന കണ്ണാടി. മേരാ ഭയ്യ.
മോനെ KFC KFC വേണ്ടേ ഗൈസ്? എല്ലാരും ഇറങ്ങിയിരിക്കാണ് ഗൈസ്. KFC ഒറ്റയ്ക്ക് തിന്നേണ്ടി വരും. ഗൈസ് സമയം ഇപ്പോ 12:15. മറിയെ എന്താ നീ കഴിക്കുന്നത്? ചോക്ലേറ്റ് ഐസ്ക്രീം. ചോക്ലേറ്റ് ഐസ്ക്രീം വിത്ത് നട്ട്സ് ആൻഡ് ടോപ്പിങ്സ്. ഇത് വാങ്ങിയ ആൾക്കാർ കിടന്നുറങ്ങുന്നു കൂർക്കം വെച്ച്. ഇതിന്റെ കൂടെ KFC ഉണ്ടായിരുന്നു, ഞങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചു. കുറച്ച് ബാക്കിയുണ്ട്, അവരത് രാവിലെ വേണമെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. സോ ഗൈസ്, വെൽക്കം ടു ഡേ 2 ഓഫ് അവർ ഗോവ ട്രിപ്പ്. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി ബാഗ ബീച്ചിലൊക്കെ ഒന്ന് പോയി, നൈറ്റ് ലൈഫൊക്കെ ഒന്ന് കണ്ടു ബാഗ ബീച്ചിലത്തെ. എന്നിട്ടൊരു രാത്രിയൊക്കെ ആയപ്പോൾ എത്തിയത്. എന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു, കിടന്നുറങ്ങി. ഇന്ന് ഡേ 2ലേക്ക് സ്വാഗതം. മറിയ, ആർ യു റെഡി? വിഷ്ണു, ആർ യു റെഡി? അപ്പോൾ നമ്മൾ അർജുന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മളെ കൂട്ടത്തിലത്തെ ലേഡിയാണ് അവൻ. ഒരുങ്ങി റെഡി അവൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അവൻ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടേക്കാണ് പോകാൻ പോണ? നമ്മളിപ്പോൾ ചായ കുടിച്ചിട്ട് നേരെ ആരംബോൾ ബീച്ചിലേക്കാണ് പോകണം. ഓക്കെ, ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം ഗൈസ്. നമ്മളിപ്പോൾ തഥാസ്തു നാച്ചുറൽ കഫേയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നല്ല സെറ്റപ്പാണ് ഗൈസ്, കൊള്ളാം. നമ്മൾ ഈ വഴിയൊക്കെ ഇങ്ങനെ എന്താ പറയുക, മരങ്ങളുടെ ഇടയിൽ കൂടെയും കാര്യങ്ങളൊക്കെയാണ്. സെറ്റപ്പാ. മറിയ അവിടെ നിൽക്കുന്നുണ്ട് മരങ്ങളുടെ ഇടയിൽ. ഏതാ ജീവി? നമ്മളെ ശിവേട്ടനുണ്ട് ഇവിടെ ഗൈസ്. തഥാസ്തു കഫേ. ചിൽ വൈബ്സ് ആണ്. അപ്പോൾ നമുക്ക് കഫേയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടാം ഇന്നിവിടെ. ഗൈസ്, നമ്മൾ തദസ്തു കഫേന്ന് ഇറങ്ങി നമ്മളിവിടെ ഒരു ആരംബോൾ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. ആരംബോൾ ബീച്ച് എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടി വന്നത്. ഈ സൈഡ് ഓഫ് ഗോവ ഞാൻ മുന്നേ 2 വട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് ഓഫ് ഗോവയിലേക്ക് ഞാൻ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്കൊരു കൗതുകം, വിഷ്ണുവിൻ്റെ നമ്മൾക്ക് മുടി ബ്രെയ്ഡ്സ് ചെയ്താലോ എന്ന്. വിഷ്ണുവിന്റെ മുടി നമ്മൾ ബ്രെയ്ഡ്സ് ചെയ്യുകയാണ് ഗൈസ്. ദീദി നമ്മൾക്ക് പ്രൊഫഷണൽ ബ്രെയ്ഡ്സ് ചെയ്യാന്ന് പറയുന്നത്. ഒരേ പൊളി ഗൈസ്. നമ്മള് വിഷ്ണുവിന്റെ മുടി മെടഞ്ഞോണ്ടിരിക്കുമ്പോ അർജുനൊരാഗ്രഹം, ഇല്ലാത്ത മുടി അവന് മെടയണം. ഇല്ലാത്ത മുടി മെടയണം. പെട്ടത്തല ദീദി. ഞാനേ उल्लू का कुछ नहीं पता। हाँ इसलिए बाकी कुछ भी बोलो, उल्लू मत बोलो। ഇതിന്റെ തല വേണിച്ചിട്ട് ചെയ്യടാ. ഞാൻ മനസ്സിൽ 150 കൊടുക്കാന്ന് പറയും, തലേന്ന് വിടാൻ പറയും. ഗൈസ്, അപ്പൊ നമ്മളുള്ളത് ചപ്പോറ ഫോർട്ടിലാണ്. Maria, how do you feel watching sunset in Chapporo Fort? ഗൈസ്, നമ്മൾ അടിപൊളി സൺസെറ്റ് കാണാണ് ഗൈസ്. ഇവിടെ അടിപൊളി വ്യൂ ആണ്. ഞങ്ങളിവിടെ സ്ഥലം പിടിച്ച് ഇവിടെ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും സൺസെറ്റ് കാണാം.
അപ്പം നമ്മൾ ചപ്പോറ ഫോർട്ടിലെ സൺസെറ്റ്, ബ്യൂട്ടിഫുൾ സൺസെറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അഞ്ജുന മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ് ഗൈസ്. നമുക്ക് അഞ്ജുന മാർക്കറ്റ് കാണാം. വാവ്. അപ്പോൾ നമ്മൾ അഞ്ജുന ഫ്ലീ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്ത് 2 ബീറൊക്കെ അടിച്ച് സെറ്റായിട്ട് പോവാം. ചൂടുണ്ടോ മാനൻ മുത്തും പൂവൽ ചുണ്ടിൽ തേനും കൂടുണ്ടോ മാനേ മയിലെ പ്രായം വന്നാൽ മാറിപ്പോവില്ലേ മാനത്തത്തെ നീ എന്നുള്ളിൽ പാടാൻ പോലില്ലേ മധുരം നമ്മളൊപ്പം ഉള്ളതാണ് അഞ്ജുന ബീച്ച്. അഞ്ജുന ബീച്ചിത്തെ വ്യൂസ് എൻജോയ് ചെയ്ത് നമ്മൾ പോവാണ് ഗൈസ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ബട്ട് ദിസ് ഇസ് ബ്യൂട്ടിഫുൾ. സീ 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 കടലിൽ ഷാക്സ് വൈബ്. ഹലോ ഗൈസ്, ഡേ 3 ഗോവയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഹൃദയപൂർവ്വമായ മംഗളാശംസകൾ നേരുന്നു. ഗുഡ് മോർണിംഗ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചപ്പോറ ഫോർട്ടിൽ പോയി. ചപ്പോറ ഫോർട്ടിലും ഊട്ടുക്കത്തെ തിരക്ക്. ഞാനൊരു ഷോട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിൽ, എനിക്ക് അവിടെ നിന്ന് എടുക്കണമെന്ന്. അത് ഇന്നലെ കിട്ടിയില്ല, തിരക്ക് കാരണം. എടി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിച്ചൊരു ഞാന് ഒരു സോളോ വൈബ് സൺസെറ്റ് പിടിച്ചു ഗൈസ് ഇന്നലെ. അല്ല, ഞാൻ ഇന്നലെ ഞാൻ വേണമെങ്കിൽ ഇന്ന് പോകുമ്പോ നിങ്ങൾക്ക് ആ സ്പോട്ട് ഞാൻ കാട്ടിത്തരാം, വേറെ മൂഡ് സ്പോട്ട്. അപ്പോ ഞാൻ ഉദ്ദേശിച്ചൊരു ഷോട്ട് ഉണ്ടായിരുന്നു, ആ ഷോട്ട് കിട്ടിയില്ല. അപ്പൊ നമ്മൾ ആ ഷോട്ട് എടുക്കാൻ വേണ്ടി വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് വീണ്ടും അവിടേക്ക് പോവാണ് ഗൈസ്, ആ ഷോട്ട് ഒന്നും കൂടി റീട്രൈ ചെയ്യാൻ വേണ്ടിട്ട്. തിരക്കില്ലെങ്കിൽ നമ്മൾ ആ ഷോട്ട് എടുക്കുന്നത്. അപ്പോ ഇന്ന് 3rd ഡേ, സമയം 5:30, സൺസെറ്റ് കാണാൻ വേണ്ടി നമ്മൾ പർപ്പിൾ മാർട്ടിനിയിൽ വന്നിരിക്കുകയാണ്. നമുക്ക് വ്യൂസ് ഒക്കെ ഒന്ന് കാണാം. ബ്യൂട്ടിഫുൾ വ്യൂസ് ഗൈസ്. വിഷ്ണു, how is the view? Maria, how is the view? ഗൈസ്, പിള്ളേരെല്ലാം പൊളിമുള്ളാണ്. നമുക്കപ്പോൾ സൺസെറ്റ് ഒക്കെ കണ്ട് 2 ബീറൊക്കെ അടിച്ചിരിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബീർ എത്തിരിക്കുകയാണ്. അർജുൻ ബീർ നിറയ്ക്കുന്നു, മറിയ ബീർ കുടിക്കുന്നു. അല്ല, അർജുൻ. അതിനൊപ്പം നമുക്ക് ബ്യൂട്ടിഫുൾ സൺസെറ്റ്. വാവ്. ഡേ 4ലേക്ക് സ്വാഗതം. ഡേ 4 അല്ല, ഇത് ആക്ച്വലി നൈറ്റ് 4 ആണ്.
അപ്പോൾ ഇന്നലെ നമ്മൾ ടിറ്റോസിലൊക്കെ പോയി പാർട്ടിങ് ഒക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ തന്നെ നല്ല ക്ഷീണമായിരുന്നു. ഒരു 3 മണിയൊക്കെ ആയി ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ വന്ന് കിടന്നുറങ്ങി നല്ല പാർട്ടിയുടെ ഹാങ് ഓവറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടയർഡായിരുന്നു ഇന്ന് രാവിലെ എണീറ്റപ്പോൾ. ഇന്ന് രാവിലെ എണീറ്റൊന്നുമില്ല, എല്ലാവരും ഉച്ചക്കായി. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഫുഡൊക്കെ കഴിച്ച് ചില്ല് വൈബൊക്കെ അടിച്ച് ഹാങ് ഓവറൊക്കെ പോകാൻ വേണ്ടി ഇരുന്ന് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് പൂളിൽ പോയിട്ട് കുറച്ച് നേരം സ്വിം ചെയ്തു. അവിടെ നമ്മൾ വിഷ്ണു സ്പെഷ്യൽ എന്തായെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് എന്താ കളിയാണ്? വാട്ടർ പോളോ. വിഷ്ണു സ്പെഷ്യൽ വാട്ടർ പോളോ കളിച്ചു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ വീക്കെൻഡ് ആണല്ലോ, സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്ന് ഗോവ ഓണാണ്. അപ്പോൾ നമ്മൾ ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം വന്ന് 7 മണിയില്ല 7:15 കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇതൊരു പഞ്ചാബി ധാബയാണ്. അപ്പോൾ നമ്മൾക്ക് വേറെ റെസ്റ്റോറൻ്റ് ഒന്നും കണ്ടില്ല. അപ്പോൾ വരുന്ന വഴിക്ക് പഞ്ചാബി ധാബയിൽ കയറി. നല്ല ഫുഡാണ് എന്നാണ് പ്രതീക്ഷ. നോക്കാം, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഫുഡിന് വേണ്ടി. എന്താണ് മറിയക്ക് പറയാനുള്ളത്? പ്രതീക്ഷയില്ല, മറിയക്ക് പ്രതീക്ഷയില്ല. ബി ലൈക്ക് മറിയ, എക്സ്പെക്ടേഷൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് കാഴ്ചകൾ പോകുന്ന വഴിയിലൂടെ കാണാം. ഗൈസ് ഇപ്പം നമ്മളുള്ളത് കഫേ സീറ്റുവിൻ്റെ മുന്നിലാണ്. വി ആർ ready to be ready for partying again. Are you ready, Vishnu, for the party? I'm always ready, man. That's my boy. Guys, നമ്മളപ്പോൾ സീ ഹോട്ടലാണ്. से बेगाने हैं देखो हुए हम तो हवा दिल के किनारे ख्वाबों के नीचे है खोया खोया अपना जहां मैं लापता तू लापता होशो हवा है लापता ഗൈസ് സമയം ഇപ്പം 4:20 അല്ലേ? 4:20 പുലർച്ചെ 4:20 സുപ്രഭാതം പറയുന്ന ടൈമില് മറിയുടെ ഫേസ് പെയിന്റ് നോക്കിയിട്ട് വാവ് ബ്യൂട്ടിഫുൾ. നമ്മള് ക്ലബിൽ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അർജുനെ മോനെ നോക്കട്ടെ. അർജുനൊന്നും വയ്യ, വെഹിക്കിളല്ലേ ഗൈസ്. നമ്മുടെ ബില്ല് തേക്കാൻ തോന്നുന്നു 19,529. ചില്ലറ കുഴപ്പമൊന്നുമല്ല ഗൈസ്. ഫുഡ് വാങ്ങിയിട്ടുണ്ട്, ഫുഡ് കഴിച്ച് കിടന്നുറങ്ങാൻ പോണു. വയ്യ, ബാക്കി നാളെ അല്ലേ? സൈനിങ് ഓഫ്. ലാസ്റ്റ് ഡേ, ലാസ്റ്റ് ക്ലബിംഗ് ഓഫ് ഗോവ. സേ ബൈ. ഗൈസ് 2 ദിവസമായി മര്യാദക്ക് ഉറങ്ങിയിട്ട്. അർജുൻ്റെ കൂർക്കം വലിയ കാരണമുണ്ട്. ഞാൻ ഒരു സാമ്പിൾ കാട്ടിത്തരാം. ഗൈസ് നമ്മളിപ്പോൾ നമ്മുടെ C201 റൂമിൽ നിന്ന് ഇറങ്ങാണ്. ഇന്ന് ലാസ്റ്റ് ഡേ.
ആർക്കും വയ്യ. വയ്യ, ആർക്കും വയ്യ ഗൈസ്. അപ്പോ ഗോവ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഗോവ ട്രിപ്പ് ഇവിടെ ഒഫീഷ്യലായി അവസാനിക്കുകയാണ് ഗൈസ്. സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം.